ഇയ്യാഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, യകൂനു ഫി ആഖിരി സമാനി, ഈ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഉണ്ടാകും ദജ്ജാലൂന, കളവ് പറഞ്ഞ് പറ്റിക്കുന്ന ആളുകൾ. ദജ്ജാൽ എന്ന് പറഞ്ഞാല് ഇല്ലാത്തത് പറഞ്ഞ് പറ്റിക്കുക, അല്ലെങ്കിൽ ഉള്ളത് പറഞ്ഞ് ഇല്ലാതെയാക്കുക. പറഞ്ഞ് പറ്റിക്കുന്ന ആളുകൾക്കാണ് ദജ്ജാൽ എന്ന് പറയും. മനുഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഈ മസീഹു ദജ്ജാൽ എന്ന് പറയുന്നത്. ദജ്ജാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരല്ല, അയാളെ സിദ്ധി ഗുണം. അപ്പോ എല്ലാ കാലത്തും കണ്ടമാനം ദജ്ജാലുകളുണ്ട്. അതാണ് ദജ്ജാലൂൻ എന്ന് പറയുന്നത്. ചില ബ്രോക്കർമാരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇല്ലാത്തത് പറഞ്ഞ് ഉള്ളതുപോലെ അവതരിപ്പിച്ച് പറ്റിക്കും, അല്ലെങ്കിൽ ഉള്ള ന്യൂനതകൾ മറച്ചുവെച്ച് പറ്റിക്കും. അധികം ആളുകളും അത്തരക്കാരിൽ പെട്ടുപോകും. അത്തരം പറഞ്ഞു പറ്റിക്കുന്ന ചിലര് ആശയങ്ങളിലായിരിക്കും, ചിലര് വസ്തുക്കൾ വിൽക്കുന്നതിലായിരിക്കും. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ആളുകൾക്കാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. അത്തരം ദജ്ജാലുകളുടെ ഷർറ് ഏൽക്കാതിരിക്കാനുള്ള ഒരു വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. എല്ലാ വെള്ളിയാഴ്ചയും കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യും. കഹ്ഫ് സൂറത്ത് കൃത്യമായി വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ആളുകൾ ഉസ്മ മിനദ് ദജ്ജാൽ, ഇത്തരം ആളുകളിൽ നിന്ന് അവർക്ക് കാവൽ നൽകപ്പെടും. അവരെ അങ്ങനെ വഞ്ചിക്കപ്പെടുകയില്ല, വഞ്ചനയിൽ അവർ പെട്ടുപോവുകയില്ല. അല്ലാത്ത ഒട്ടുമിക്ക ആളുകളും അത്തരം വഞ്ചനയിൽ പെട്ടുപോകും. വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗുകാർ, വ്യാജ ത്വരീഖത്തിന്റെ ആളുകൾ, അവരൊക്കെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അതിൽ പെട്ടുപോകും. ബ്രോക്കർമാർ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അതിൽ പെട്ടുപോകും. അങ്ങനെ പെടാതിരിക്കാനുള്ള ഒരു വഴിയാണ് അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച അതിന്റെ പൂർണ്ണമായ രൂപം വെള്ളിയാഴ്ച രാവ് 3 പ്രാവശ്യവും വെള്ളിയാഴ്ച പകല് 3 പ്രാവശ്യവും. ചെറുപ്പം മുതൽ ഒരു 10-40 വയസ്സുവരെ എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്തിരുന്നുവെങ്കിൽ ഇന്നതൊക്കെ നമുക്ക് മനഃപ്പാടമാകുമായിരുന്നു. അത് പ്രത്യേകമായി പഠിക്കേണ്ടി വരില്ല. വെള്ളിയാഴ്ചകളിൽ അത് പാരായണം ചെയ്തിരുന്നുവെങ്കിൽ തന്നെ ആ സൂറത്ത് 60-70 വയസ്സ് പ്രായമാകുമ്പോൾ നമുക്ക് മനഃപ്പാടം ഉണ്ടാകുമായിരുന്നു.
ഇവിടുന്നങ്ങോട്ട് ഓതിയാലും അത് നിരന്തരം ഈ പറഞ്ഞ രൂപത്തിൽ ഓതുമ്പോൾ അത് മനപ്പാടമല്ല. അല്ലാഹുവിന്റെ റസൂല് ഈ ഉമ്മത്തിനെതിരിൽ ആഖിറത്തിൽ പറയുന്ന ഒരേ ഒരു പരാതി ഇതിന്റെ പേരിൽ മാത്രമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഉമ്മത്തിനു വേണ്ടി കരയുന്ന റസൂൽ ഈ ഉമ്മത്തിനെ വിചാരണ ചെയ്യണ്ട, അവർ ചെയ്ത തെറ്റുകൾക്ക് എമ്പാടും അനുഭവിച്ചു, മരിക്കുമ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, ഖബറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹിഷറയിലേക്കുള്ള ആ രൂപഭാവങ്ങളിൽ വന്ന മാറ്റത്തിലൂടെ എമ്പാടും അനുഭവിച്ചിട്ടുണ്ട്. ഇനി എന്റെ ഉമ്മത്തിനെ വിചാരണ ചെയ്യരുത്, ഇനി എന്റെ ഉമ്മത്തിനെ വെറുതെ വിട്ടേക്ക്. അവരനുഭവിച്ചല്ലോ. കളവ് നടത്തിയവർ, വ്യഭിചരിച്ചവർ, മനുഷ്യരെ ദുൽമു ചെയ്തവർ, അവരൊക്കെ എമ്പാടും അനുഭവിച്ചു. ഇനി അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ വിചാരണ ചെയ്യരുത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അത്ര ദയാലുവും കാരുണ്യവാനുമായ നബി ഈ ഉമ്മത്തിനെതിരിൽ പറയുന്ന ഒരേ ഒരു പരാതി, വഖാല റസൂലു ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഈ സമുദായം ഈ വിശുദ്ധ ഖുർആൻ തീരെ അവഗണിച്ചു. വെള്ളിയാഴ്ച ദിവസം ഒരു കഹ്ഫ് സൂറത്ത് കൃത്യമായി പാരായണം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. എല്ലാ ദിവസവും ഒരു യാസീൻ സൂറത്തെങ്കിലും അവരുടെ ഇഹപര മോക്ഷത്തിന് വേണ്ടി ഓതാൻ അവർക്ക് സാധിച്ചില്ല. സൃഷ്ടാവായ അല്ലാഹു എല്ലാം വായിക്കാനും പഠിക്കാനും എല്ലാറ്റിനും കഴിവും ശക്തിയും അവസരവും നൽകിയ അല്ലാഹു അവന്റെ കലാമാകുന്ന ഖുർആൻ ദിവസത്തിൽ അല്പമെങ്കിലും കൃത്യമായി പാരായണം ചെയ്യുന്നതിൽ ഈ കൗമ് വീഴ്ച വരുത്തി അല്ലാഹുവേ എന്ന് ആദരവായ നബി നമുക്കെതിരിൽ പരാതി പറയും. വെള്ളിയാഴ്ച ഒരു അൽ-കഹ്ഫ് സൂറത്ത് ഓതാതിരുന്നാൽ കേവലം എത്ര പാടുപെട്ട് ഓതുന്നവനും 20 മിനിറ്റ് കൊണ്ട് ഓതിത്തീർക്കാവുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിന് സമയം കണ്ടെത്താതെ അലംഭാവം കാണിക്കുന്നവൻ മുത്തുനബിന്റെ പരാതിയിൽ അവൻ ഉൾപ്പെടും. മാത്രമല്ല, അവൻ ഏത് സമയത്തും വഞ്ചിക്കപ്പെടും. വ്യാജ ത്വരീഖത്തുകളെ കൊണ്ട് വഞ്ചിക്കപ്പെടും, മുബത്തദീങ്ങളെ കൊണ്ട് വഞ്ചിക്കപ്പെടും, ബ്രോക്കർമാരെ കൊണ്ട് വഞ്ചിക്കപ്പെടും. എല്ലാ വഞ്ചനയിലും അവൻ പെടാൻ സാധ്യതയേറെയാണ്. അങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്ന ആളുകൾക്കാണ് ദജ്ജാലൂൻ അത് യഥേഷ്ടം ഉണ്ടാകും. പഴയകാലത്ത് ഉള്ളതുപോലെയാണോ ഇപ്പോ? അവസാന കാലം എമ്പാടും ദജ്ജാലീങ്ങൾ ഉണ്ടാകും. കദ്ദാബൂൻ, കാദിബൂൻ എന്നല്ല റസൂലുള്ളാഹിന്റെ പ്രയോഗം. കാദിബ്, കദ്ദാബ് വലിയ വ്യത്യാസം. കരിങ്കള്ളൻ എന്നാണ് കദ്ദാബ് എന്നതിന്റെ അർത്ഥം. കാദിബ് കളവ് പറയുന്നവൻ, കദ്ദാബ് കരിങ്കള്ളൻ. മുസൈലിമത്ത് അൽ കദ്ദാബ്, കരിങ്കള്ളൻ മുസൈലിമ. അപ്പൊ കരിങ്കള്ളം അവർ പറയും, പെരുംകളവ് പറയും. അതെന്നെ പറഞ്ഞതെന്നെ പറയും, പിന്നെയും പിന്നെയും പറയും. ഒരിക്കൽ പറഞ്ഞു പൊളിഞ്ഞാൽ പിന്നെയും പറയും.
അങ്ങനത്തെ കദ്ദാബീങ്ങൾ ഈ ഉമ്മത്തിന്റെ അവസാനത്തിലുണ്ടാകും. യഅ്തൂനക്കും അവർ നിങ്ങൾക്ക് കൊണ്ടുവരും ബിമാലം തസ്മഉ അൻതും വലാ ആബാഉ നിങ്ങളോ നിങ്ങളെ പൂർവീകരോ കേൾവിയില്ലാത്ത, അവരൊന്നും കേട്ടിട്ടില്ല. കാരണം അവർക്ക് മുമ്പുള്ളവർ പറഞ്ഞിട്ടില്ല. മുമ്പുള്ളവർ പറഞ്ഞെങ്കിലല്ലേ നിങ്ങളും നിങ്ങളെ പൂർവീക പിതാക്കളും കേൾക്കുകയുള്ളൂ. അവരൊന്നും പറയാത്ത പുതിയത് അവർ പറഞ്ഞുകൊണ്ട് ഇരിക്കും. അങ്ങനെ പുതിയത് കൊണ്ടുവരും. അഹദീസ്, പുതിയ സംഭവങ്ങൾ, പുതിയ വിവരങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ട്. അങ്ങനത്തെ ഒരു കൗമുവിടെ വരുമ്പോൾ ഇയ്യാക്കും നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ അവരെ കൂട്ടത്തിൽ പെട്ടുപോകുന്നത്, നിങ്ങൾ അവരിൽ വഞ്ചിക്കപ്പെടുന്നത്, നിങ്ങൾ അവരോട് ചേരുന്നത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇയ്യാക്കും ഇയ്യാഹും അവര് നിങ്ങളോട് ഇങ്ങോട്ട് ചേരുന്നതും അവര് നിങ്ങളോട് ഇടപഴകുന്നതും അവര് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതും നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് ഇർബാദ് ബിൻ സാരിയത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ, ഔലിയാ, സ്വാലിഹീങ്ങൾ അവര് വെട്ടിത്തെളിയിച്ച വഴിയിലൂടെ വഴി നടക്കാനും അവരുടെ കൃപകടാക്ഷം കൊണ്ട് അനുഗ്രഹീതരാവാനും നമുക്കല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.